സംഗീതമേ ജീവിതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പറയാതെ അറിയാതെ പക്ഷെ പറഞ്ഞുകൊണ്ട് പരസ്പരം അറിഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ചർച്ച, അത് കുറെ നല്ല മനോഹരമായ പാട്ടുകളിലൂടെ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടായിട്ടുള്ള കാലത്തോളം അത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കിടയിലുമുണ്ട്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് സ്ത്രീയും പുരുഷനും ഇപ്പൊ പുരാണങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ പഴയ വേദങ്ങളിലൊക്കെ പറയുന്നത് ആദമും ഹവ്വായും ആദ്യമായിട്ട് ഉണ്ടായപ്പോൾ അവർക്കിടയിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുമായിട്ടാണ്. പക്ഷേ മനുഷ്യൻ ഇത്രയധികം വളർന്നു വന്ന ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെയുള്ള ഈ കാലത്തും ആ ഒരു പ്രശ്നം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അവിടെ തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം, കാരണം നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച് നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഓരോ നിമിഷവും മനുഷ്യന്റെ സെല്ലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ മാറ്റങ്ങൾക്കിടയിൽ നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെയും അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ പാർട്ട്ണറെയും അതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നത്. ഇത് വളരെ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അതിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഇതിനെ എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള കുറച്ച് ചിന്തകളാണ് നമുക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ ആദരവോടെ ലക്ഷ്മി അടുത്തയെ ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. ലക്ഷ്മി അടുത്തയെ നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ വലിയൊരു ജോലിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് അല്ലെ? അതെ, തീർച്ചയായിട്ടും. പറയാതെ അറിയാൻ പറ്റില്ലല്ലോ അല്ലെ? ഇല്ല ഇല്ല ഇല്ല. പറയാതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലോ വാക്കുകൾ ഇല്ലാതെ പറഞ്ഞാലോ പറയാതെ എന്തായാലും അറിയാൻ പറ്റില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതെങ്ങനെ വേണം എന്നുള്ളതൊക്കെയാണ് നമ്മള് ഒന്ന് ഓടി അന്വേഷിക്കാന്ന് വിചാരിക്കുന്നത്. നമുക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ പറയാതെ അറിയാൻ പറ്റില്ല, അതുപോലെ തന്നെ അറിയാതെ പറയാനും പറ്റില്ല. കാരണം നമ്മൾ എന്ത് പറയണമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു അറിയാതെ പറയാൻ തുനിയുമ്പോഴാണ് പല തെറ്റുകളും സംഭവിക്കുന്നത്. അറിയാതെ പലതും പറയുമ്പോ തെറ്റാം. അപ്പൊ അതുകൊണ്ട് ആദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടാവുമ്പം നമ്മളെ കുറിച്ച് പറയുമ്പം ആദ്യം നമ്മളെ തന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ ഇത്. നമ്മളെന്താണ്, നമുക്ക് എന്താണ് പറയാനുള്ളത്, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അതിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. പലരെ കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക അല്ലെ? പലരും പറയുന്നത്, അതായത് നമ്മൾ നേരിട്ട് അറിയാത്തതും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പല അഭിപ്രായങ്ങളും ജീവിതത്തിൽ രൂപീകരിക്കാറുണ്ട്, പല സംഗതികളെ കുറിച്ചും പല ആളുകളെ കുറിച്ചൊക്കെ. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഈ താളപ്പിഴകൾ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ പലപ്പോഴും പറയും, നീ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോ ഒരാളോട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല തെറ്റിദ്ധാരണകളും പല ജീവിതത്തിൽ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ചില കൗൺസിലിംഗ് കേസൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോഴും ഇത് ഈ പല പ്രശ്നങ്ങളുടെയും തുടക്കം ചെറുതായിരിക്കും. അത് നമ്മളായിട്ട് നേരിട്ട് ഉത്തരവാദിത്തം ഇല്ലാത്ത വേറെ ആരെങ്കിലും ഒരു രസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടി ഒക്കെ പറയുന്ന കാര്യങ്ങൾ പല പ്രശ്നങ്ങളിലേക്കും വരും. അതുകൊണ്ടാണ് നമ്മുടെ ടൈറ്റിലിൽ തന്നെ കുറെ ഈ കയറുകൾ ഉണ്ടല്ലോ, ഊരാക്കുടുക്കുകൾ കാണിച്ചത്. അപ്പോ വേറെ ആരെന്ത് പറഞ്ഞ അഭിപ്രായം ഉണ്ടെങ്കിലും അത് നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതൊരു വലിയൊരു ഘടകമാണ് അല്ലെ കമ്മ്യൂണിക്കേഷനിൽ. തീർച്ചയായിട്ടും അതാണ് ഈ പരദൂഷണം എന്നുള്ളതാണല്ലോ. അത് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഭാഗമായിരിക്കാം പരദൂഷണം. പക്ഷെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കേൾക്കുന്ന ആൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്ന ആളെ വേണം വെച്ചിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലെ? അതും ആശയവിനിമയം തന്നെ. പക്ഷെ അതുകൊണ്ട് കേൾക്കുന്ന ആളുടെ റിയാക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് പോവുക എന്നുള്ളത് ആലോചിക്കാതെ നമ്മള് സംസാരിക്കരുത്. അതാണ് അത്. നമ്മള് മലയാളത്തിൽ പണ്ടേ പറയുമല്ലോ, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം സംസാരിക്കാൻ. എപ്പോഴും സാധിച്ചോന്ന് വരില്ല, പക്ഷെ കഴിയുന്നതും. അതുകൊണ്ട് തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് പറയുന്നത് ആരോട് സംസാരിക്കുകയാണെങ്കിലും ആവശ്യമില്ലാത്തതാണോ എന്നുള്ളത്. നമ്മള് കേൾക്കുന്ന ഓരോ ഇൻഫർമേഷനും ഇപ്പൊ നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പല കാര്യങ്ങളും
കേട്ടിട്ട് അടുത്ത ദിവസം അത് ശരിക്ക് അങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട്. അപ്പൊ ഇപ്പം ഈ മീഡിയയുടെ ഒക്കെ കാര്യം പോയിട്ട് പല ആളുകളും വേണ്ടത്ര, അതായത് നമ്മളെ സ്വയം ബാധിക്കുന്നില്ലെങ്കിൽ വേണ്ടത്ര ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടത്ര വെരിഫൈ, ഇതിനൊരു 2-3 നല്ല ചില നിർദ്ദേശങ്ങൾ നമ്മുടെ പ്രൊഫസർ വിദ്യാസാഗർ കേശവ് സാറ്, അദ്ദേഹത്തോട് ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ചില ടിപ്സ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഞാൻ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇവിടെ വായിക്കാം, കാരണം ഒത്തിരി അനുഭവമുള്ളതാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മുൻവിധിയോടുകൂടി കാണാതിരിക്കുക. അതുപോലെ തന്നെ സ്വന്തം കാഴ്ചപ്പാടിന് വിരുദ്ധമായ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള ധാരണ ശരിയല്ല. കാരണം നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പം എന്റെ കാഴ്ചപ്പാടിന് ഒരാൾ എതിരാണെങ്കിൽ നമുക്ക് അയാളെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അയാളുടെ അഭിപ്രായം അതാണ്, എന്റെ അഭിപ്രായം ഇതാണ്, അത്ര മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അവനവന്റെ വിശ്വാസം. പിന്നെ മൂന്നാമതൊരു കാര്യം പറഞ്ഞത്, ഏതൊരു അറിവും നമ്മൾ മറ്റുള്ള സ്രോതസ്സുകൾ വഴിയും ഒന്ന് വെരിഫൈ ചെയ്യണം, ഒന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ നമ്മൾ സാധാരണ പറയില്ല, കാള വെറ്റെന്ന് കേട്ടപ്പോ കയറെടുത്തു. ഇന്നത്തെ കാലത്ത് പക്ഷെ ഇത് കുറെ അധികമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഫോർവേഡ് നമുക്ക് കിട്ടിയെച്ചാൽ അത് നമ്മൾ അയച്ചു വിടും എല്ലാവർക്കും. അത് വെരിഫൈ ചെയ്യാനൊന്നും ആർക്കും സമയമില്ല. എനിക്ക് കിട്ടി, അത് അത് ശരിയാണോ തെറ്റാണോ നോക്കുന്നതിന് മുമ്പ് അതായത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ ചില ടെലിവിഷൻ ചാനലിലൊക്കെ പ്രത്യേക ഒരു പരിപാടി തന്നെ ഉണ്ട്. അതായത് ഈ ഫേക്ക് ന്യൂസുകളുടെ സത്യാവസ്ഥ പറയാൻ വേണ്ടി ഒരു സമയം, അതായത് അതിലൊരു കുറച്ചു നേരം അവർ ചർച്ച ചെയ്യുന്നത് ഇന്ന് വന്ന ഫേക്ക് ന്യൂസുകൾ, എന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പറഞ്ഞിട്ട് അവർ വെരിഫൈ ചെയ്യാൻ ചില സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പം അത്രമാത്രം ഈ തെറ്റായ ധാരണകളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ലൊരു കേൾവിക്കാരനാകാൻ ശ്രമിക്കുക എന്നാണ് വിദ്യാസാഗർ സാർ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ മറ്റുള്ളവരെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നമുക്ക് അയാൾ എന്താണ് പറയുന്നത് എന്നെങ്കിലും മനസ്സിലാവുള്ളൂ. പിന്നെ എന്തിനു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യം. അതുമല്ല, നമ്മള് കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു ആർട്ടാണ്, ഒരു കലയാണ് എന്നാണ് പറയുന്നത്. ലിസണിങ് അതിനേക്കാളും മഹത്തായിട്ടുള്ള ഒരു ആർട്ടാണെന്ന് എനിക്ക് തോന്നാറ്. പലപ്പോഴും പലരും നമ്മൾ സംസാരിക്കുമ്പോ കേൾക്കില്ല. അവര് എന്താണ് മറുപടി പറയേണ്ടതെന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓടുണ്ടാവുക. അവരതിനെ കുറിച്ച് ആലോചിക്കുക. നമ്മള് പറയുന്നത് അബ്സോർബ് ചെയ്യാനോ മനസ്സിലാക്കാനോ ആയിരിക്കില്ല പലപ്പോഴും. പക്ഷെ ആദ്യം നമ്മൾ വേണ്ടത്, ഒരാള് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അത് മുഴുവൻ കേൾക്കുക, എന്നിട്ട് നമ്മളുടെ അഭിപ്രായം അറിയിക്കുക. ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.